വിചാരിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ പോയിന്റ്സ് നിങ്ങളെ മാത്രം വെക്കലല്ല, നിങ്ങൾ മാക്സിമം എത്ര നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും, അത് നിങ്ങൾ എത്തിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ടോപ്പിക് കുട്ടിന്റെ ഹെൽത്ത് ആണ്. കുട്ടിന്റെ എല്ലാ പാരന്റ്സിന്റെയും തന്നെയാണ്, പക്ഷേ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടിക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോ കുട്ടിക്ക് ഇങ്ങനെ ഓട്ടിസം എന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ ADHD ASD വേറെ പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഇങ്ങനെ GDD ഉണ്ട്. അപ്പോ നമ്മള് ഫസ്റ്റ് നോക്കാന്ന് വെച്ചാല് തെറപ്പീസ് അല്ലെങ്കിൽ നല്ല സ്കൂളിങ്. ഓക്കെ, അത് നിർബന്ധം, അതെന്തായാലും വേണം. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ അത്തരത്തിന്റെ നിർബന്ധമാണ് അതും. പക്ഷെ അത് കൂടാത്തത്, അതിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിന്റെ ഹെൽത്ത്. കാരണം നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവും, മാഗ്നീഷ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും, വൈറ്റമിൻ B6 അതൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് നമുക്കിപ്പോ ഒരു അറിഞ്ഞു നമ്മളെ കുട്ടിക്ക് ഓട്ടിസം ആണ്, നമ്മളെ കുട്ടിക്ക് ഇതേ പ്രശ്നമാണ്. അപ്പൊ നമ്മള് അതേ സമയം തന്നെ നമ്മളൊരു പീഡിയാട്രീഷ്യനെയും കാണണം. പീഡിയാട്രീഷ്യനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ പറയാ, എന്നിട്ട് കുട്ടീന്റെ ടെസ്റ്റ് നടത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 6 months കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ മോന്റെ കാര്യത്തിൽ അവൻ ഓൾറെഡി അവനക്ക് ടെസ്റ്റ് ഇങ്ങനെ, ഞാൻ ഇന്നലെ പറഞ്ഞു അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉള്ള മോനാണ്. അപ്പോൾ അവനക്ക് 3 months കൂടുമ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ ഒരുപാട് കുട്ടികളെ കണ്ടേ, അവര് പീഡിയാട്രീഷ്യൻസ് പോകുന്നത് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ല തണുപ്പ് പിടിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവര് പീഡിയാട്രീഷ്യനെ കാണാൻ പോകുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാ. കുറച്ചു മുന്നേ എൻ്റെ മോനെ അവൻ ബോഡി ടച്ച് ചെയ്യാൻ വിടുന്നില്ല. ടച്ച് ചെയ്യുമ്പോൾ അവനക്ക് ഭയങ്കര ഇറിറ്റേഷന്. പിന്നെ അവനെ നോക്കുമ്പോ നമ്മൾ കണ്ണിന് കാഴ്ച കുറഞ്ഞ കുട്ടികളെ കണ്ണ് ചിമ്മി നോക്കല്, പിന്നെ എന്തൊക്കെയോ അവനക്ക് ഇരിക്കുമ്പോ കിടക്കുമ്പോ ഒന്നും അവനക്ക് ഒരു സുഖമില്ലാത്ത പോലെ. അപ്പൊ നമ്മൾ വിചാരിച്ച അവന്റെ മെഡിസിന്റെ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയ ഉടനെ പറഞ്ഞു വൈറ്റമിൻ D ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്, ഭയങ്കര ലോ ആയിരുന്നു. ശരിക്കും നമ്മൾ അതില്ല, നമ്മൾ വിചാരിച്ചു അവന്റെ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു, അവന്റെ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. അന്നേരം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്, നിങ്ങൾ കുട്ടീന്റെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റമിൻ D ചെക്ക് ചെയ്യണം, വൈറ്റമിൻ D നിർബന്ധമായിട്ട് കൊടുക്കണം. കാരണം ഇപ്പൊ അങ്ങനെ കുട്ടികൾ പോയിട്ട് വെയിലത്തുനിന്ന് കളിക്കലോ അതൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മളിപ്പോ തെറാപ്പിസ്റ്റിനെല്ലാം പോകും, ചിലവന്മാരെ പറയും നമ്മള് വാക്ക് ചെയ്തിട്ടല്ലേ പോകുന്നത്, വെയിലത്തൊക്കെ അല്ലേ പോകുന്നത്. അങ്ങനെയല്ല, അവന്റെ ബോഡിക്ക് ഡയറക്റ്റ് വെയിൽ തട്ടണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ നമുക്ക് ചെറിയ വീടാണല്ലോ, അങ്ങനെ ഔട്ട്സൈഡ് ഒന്നും ഡ്രസ്സൊന്നും ഇടാണ്ട് പോകാൻ പറ്റൂല. എന്നാലും ഞാൻ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് അവന്റെ ഷർട്ടൊക്കെ റിമൂവ് ചെയ്ത്, മെയിൻ അവന്റെ സ്റ്റമക് ഏരിയ ഉണ്ടാവുമല്ലോ, അതില് ഉതിപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, മാക്സിമം നിങ്ങൾ ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കാം. മാക്സിമം. അത് ഞാനിവിടെ കാണുന്നവരോടൊക്കെ പറയും, എനിക്കറിയുന്ന ആളോടൊക്കെ ഞാൻ പറയും. മെയിൻ ഐസ്ക്രീം, ജ്യൂസ്, ഈവൻ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ജ്യൂസ് പോലും പാടില്ല. കാരണം അതിൽ നമ്മൾ ഷുഗർ ഇടുന്നുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ്. ചില പാരന്റ്സ് പറയും നമ്മളെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളെ കുട്ടിക്ക് ഇപ്പൊ ഒരു പോയിസണായി മാറുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കുവോ? കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരിക്കും, പക്ഷെ എന്നാലും നമ്മളത് കൊടുക്കൂലോ. നിങ്ങൾ ആരും കൊടുക്കുവോ? കൊടുക്കൂല. അപ്പോ ആ ഒരു പോയിസൺ തന്നെയാണ് ഈ ഷുഗർ നമ്മളെ ഇങ്ങനത്തെ കുട്ടികൾക്ക്. കാരണം എന്റെ മോൻ അഥവാ ചെറിയ എന്തെങ്കിലും ഒരു സ്വീറ്റ് എന്തെങ്കിലും കഴിച്ചാലില്ല, അന്ന് ഭയങ്കര ഹൈപ്പർ ആവും, അല്ലെങ്കിൽ അവനക്ക് ഭയങ്കര ചിരി ഇളകും. ചിരി എന്ന് വെച്ചാൽ അവനക്ക് വെള്ളം കൊടുക്കാനോ ഫുഡോ ഒന്നും പറ്റൂല. ആ ചിരി ചില സമയം 5 മണിക്കൂർ 6 മണിക്കൂർ വരെ ഉണ്ടാവും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ മാങ്ങന്റെ സീസൺ വന്ന സമയത്ത് നല്ല മാങ്ങ കിട്ടി. അപ്പൊ മാങ്ങ ആർക്കും ഇഷ്ടമില്ലാത്ത, അങ്ങനെ ഞാൻ എന്റെ മോൻക്ക് മാങ്ങ ഡെയിലി ഒരു ചെറിയൊരു മാങ്ങ കൊടുക്കും. ഇതേപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ, മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഷുഗറും കൊടുത്തിട്ടില്ല, അവൻക്ക് ഔട്ട്സൈഡ് ഫുഡും കൊടുത്തില്ല, എന്താ റീസൺ തിരിയുന്നില്ല. അങ്ങനെ അവനെ തെറാപ്പിസ്റ്റ് ചോദിച്ചു എന്നോട്, അവിടെ പോയപ്പോ അവൻ ഇരിക്കുന്നില്ല. തെറാപ്പിസ്റ്റ് ചോദിച്ചു, ഞാൻ 2-3 ദിവസം ഇവന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് കാണുന്നു, ഇപ്പോൾ ഫുഡൊക്കെ ചേഞ്ച് ചെയ്തോ? ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നോർമൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ മോന്റെ ഡയറ്റ് ചാർട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ എന്നോട് ചോദിച്ചു ഇന്നെന്താ നിങ്ങൾ കൊടുത്തേ?
ഞാൻ ഉച്ചക്ക് ചോറ് കൊടുത്തു, ഇങ്ങനെ പച്ചക്കറികളൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പൊ വരും, പിന്നെ ഒരു മാങ്ങ കൊടുത്തു. അപ്പൊ മാങ്ങ അവനക്ക് പറ്റിയില്ല. കാരണം മാങ്ങ എല്ലാവർക്കും അറിയാം ഭയങ്കര ഷുഗർ കണ്ടന്റിന്റെ സാധനമല്ല. അപ്പൊ എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടാ. മാങ്ങന്റെ സ്മെല്ല് വന്നാൽ തന്നെ അവൻ അവിടത്തേക്ക് ഓടും. അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നു മാങ്ങ. നമ്മൾ കൊടുത്തില്ല പിന്നെ ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു നിങ്ങള് മാങ്ങ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്, നിങ്ങൾ വീക്ക്ലി ഒരു ചെറിയൊരു പീസ് ഒരു 2 ടൈംസ് അങ്ങനെ കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണ്ട. പകല സമയത്ത് കൊടുത്ത് അവൻ ഹൈപ്പർ ട്യൂഷന് പോകുന്ന സമയത്തോ സ്കൂളിൽ പോകുന്ന സമയത്തോ കൊടുക്കണ്ട. ഈവനിങ് സമയത്ത് കൊടുത്ത് അവനെ പുറത്തേക്ക് വിടുക, അവൻ ഓടി കളിക്കട്ടെ. അപ്പൊ അതിലോട്ട് അങ്ങ് പോകും. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് മാക്സിമം നമ്മൾ പറ്റുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് കൊടുക്കും. ഫ്രൂട്ട്സ് തന്നെ കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഷുഗർ ഇട്ടിട്ട് ജ്യൂസ് കൊടുക്കുകയെ ചെയ്യും. ഔട്ട്സൈഡ് ജ്യൂസ് തീരെ പാടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ജ്യൂസായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ജ്യൂസും ഷേക്കായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് തീരെ പറ്റൂല. ഇപ്പൊ എന്റെ മോന് GFCF ഡയറ്റ് ആണ്. GFCF-SF എന്ന് വെച്ചാൽ ഗ്ലൂട്ടൻ ഫ്രീ, കെസിൻ ഫ്രീ, ഷുഗർ ഫ്രീ. അപ്പൊ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞാല് നമ്മളെ മൈദ, ആട്ട, പിന്നെ സാധാരണ ഓട്സ് ഒക്കെ, അതൊക്കെ ഗ്ലൂട്ടൻ ഇല്ലതാണ്. കേസിൻ എന്ന് പറഞ്ഞാല് പാൽ ഐറ്റംസ്, അതിൽ പാല്, തൈര്, മോര്, പിന്നെ ഈ ഐസ്ക്രീം ഒക്കെ, പിന്നെ നമ്മള് ഈ എന്താ പറയാ ബട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പനീർ, അതൊക്കെ ഇതിൽ പെടും. അതും ഈ കുട്ടികൾക്ക് ഭയങ്കര ഡേഞ്ചറസ് തന്നെയാണ്. അത് മാക്സിമം അല്ല, കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഷുഗറിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് നിങ്ങളെ തെറാപ്പീസിന്റെ കൂടെ ഇതും കൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ആദ്യ റിസൾട്ട് എന്റെ മോൻക്ക് കിട്ടിയതുമാണ്. അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞില്ല. നിങ്ങളെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവനക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. ഫസ്റ്റ് ചേഞ്ച് വന്ന അവനക്ക് ഐ കോണ്ടാക്ട് ആണ്. അവൻ ആരെയും നോക്കൂല. അതിന്റെ ശേഷമാണ് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് അവൻ നല്ല ഐ കോണ്ടാക്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ മെയിൻ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അവന്റെ ഗട്ട് എന്ന് വെച്ചാൽ അവന്റെ വയറ്. വീക്ക്ലി അവനക്ക് ലൂസ് മോഷൻ ആയിരുന്നു. എവറി ഫ്രൈഡേ നൈറ്റ് ആകുമ്പോൾ അവർക്ക് ലൂസ് മോഷനും. മനസ്സിലാവുന്നില്ല എന്തായി കാരണം. അങ്ങനെ ഞാൻ ഡയറ്റീഷ്യനെ ഡോക്ടറെ കണ്ടു, ഡെലിവറി ഡോക്ടറെ പോയി കണ്ടു, അവരോട് സംസാരിച്ച്. പിന്നെ ഞാൻ ഡയറ്റീഷ്യനെ പോയി കണ്ടു. പിന്നെ ഞാൻ ന്യൂട്രീഷന്റെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്തിരുന്നു, ഒരു ഡിപ്ലോമ കോഴ്സ്. അപ്പൊ അതിലൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പൊ അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെയാണ് ഇവനെ മെയിനായിട്ട് ആട്ട, നമ്മുടെ ഗോതമ്പത്തിന്റെ പൊടി, അത് തീരെ പാടില്ല. ആ കുട്ടികൾക്ക് ഈ ഗട്ട് ഇഷ്യൂസ് എല്ലാ കുട്ടികൾക്കും വരണമെന്നില്ല. ചില കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരും, ചില കുട്ടികൾക്ക് അത് ലൂസ് മോഷൻ ആയിട്ട് വരും. കാരണം നമ്മളെ ഗട്ടും ബ്രെയിനും കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മൾ എന്താ കേൾക്കുന്നത് ബ്രെയിനിന് അറിയില്ല, നമ്മളെ ബ്രെയിൻ എന്താ പറയുന്നത് നമ്മളെ വയറും കേൾക്കുന്നില്ല. അത് നോർമൽ കുട്ടികളെ കാര്യമില്ല ഞാൻ പറയുന്നത്, നമ്മളെ ഇങ്ങനത്തെ സ്പെഷ്യലായ കുട്ടികളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാല് നിങ്ങൾ ഈ തെറപ്പീസും എന്തായാലും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു. അപ്പൊ ഈ എഫേർട്ടിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്താലില്ല നിങ്ങൾക്ക് 100% അല്ലെങ്കിലും 99.9 നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് ഉറപ്പാണ്. പക്ഷെ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്റെ മോന്റെ ഡയറ്റും അവന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് എന്റെ ഒരു മോന്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടിക്കും അവൾ ട്രൈ ചെയ്തു. അവനക്കും നല്ല എഫക്ട് ചെയ്തു. അവളും പറഞ്ഞു ഫസ്റ്റ് അവന്റെ ഇമ്പ്രൂവ് ആയത് ഐ കോണ്ടാക്ട് ആണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതില് ഫുഡൊന്നും വലിയ എഫക്റ്റീവ് അല്ല. പക്ഷെ 100% ഫുഡ് അതിൽ ഇൻവോൾവ് ആണ്, അത് എഫക്ട് ചെയ്യും. പിന്നെ അവർക്ക് മെയിൻ ഗ്രീൻ ലീഫ്, മാക്സിമം ഗ്രീൻ ലീഫ് കൊടുക്കുക ഡെയിലി. അപ്പൊ അവർക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മള് ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അത് നിർബന്ധമായിട്ട് അവരുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ചിയ സീഡ് എങ്ങനെയാ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എങ്ങനെയാ കൊടുക്കുക? ഞാൻ എന്താ ചെയ്യുക, ഫ്ലാക്സ് സീഡിന്റെ ചട്നി പൗഡർ ഉണ്ടാക്കി വെക്കും. അപ്പൊ കുട്ടികൾ ദോശയൊക്കെ കഴിക്കുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ആ ചട്നി പോലെ ആക്കിയിട്ട് അവനക്ക് കുറച്ച് ലൂസ് ആക്കിയിട്ട് അവനക്ക് അത് കൊടുക്കും. അപ്പൊ എന്തായി, അവന്റെ ആ ദോശക്കൊരു ചട്നിയായി, അവനക്ക് ഫ്ലാക്സ് സീഡും അവന്റെ വയറ്റിലെത്തി. അതുപോലെ ചിയ സീഡും ഞാൻ അങ്ങനെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അവന് ആമണ്ട് മിൽക്ക് ഉണ്ടാക്കിയിട്ട് അതില് ആക്കിയിട്ട് കൊടുക്കും. പക്ഷെ ഇതില് ഒരു പ്രശ്നമുണ്ട്.
കാരണം ഇങ്ങനത്തെ കുട്ടികള് ഇതിൽ ഒരുപാട് കുട്ടികൾക്ക് ഫുഡ് അത്ര താല്പര്യം ഉണ്ടാവില്ല. അധിക കുട്ടികൾക്കും ഞാൻ കണ്ടതാണ്. പിന്നെ ഫുഡ് ഇൻട്രസ്റ്റ് ഇല്ല, വളരെ ചുരുങ്ങിയ കുഞ്ഞുങ്ങളാണ് ഫുഡ് ഇൻട്രസ്റ്റോടെ കഴിക്കുന്നത്. ബാക്കി അധിക കുട്ടികളെയും ഞാൻ കാണുന്നത് അവര് എല്ലാ പാരന്റ്സിന്റെ കംപ്ലൈന്റ് ആണ്, നമ്മളെ മക്കൾ ഫുഡ് കഴിക്കൂല. ചില കുട്ടികളെല്ലാം രാവിലെ ദോശ വായിലിട്ട് വന്നാൽ അത് ഉച്ചവരെ കവളിന്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതവരെ സെൻസറി ഇഷ്യൂസ് ആണ്. അത് നമ്മൾ ഓക്കുപേഷണൽ തെറാപ്പി ചെയ്താല്, ഓറൽ മസാജ് ഒക്കെ ഓറൽ തെറാപ്പി ചെയ്താൽ ആ ഇഷ്യൂസ് മാറും. അതും നിർബന്ധമാണ്. പിന്നെ ഓറൽ മസാജ് അതും നിങ്ങളെ തെറാപ്പീസിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ചില ആൾക്കാർ പറയും ഓറൽ അവൻക്ക് എല്ലാം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എല്ലാം തിന്നുന്നുണ്ട്, അപ്പൊ അവൻക്ക് ഓറലിന്റെ ആവശ്യമില്ല. പക്ഷെ അത് റോങ് ആണ്. നമ്മൾ ഓറൽ തെറാപ്പിയും നിർബന്ധമായിട്ടും കുട്ടിക്ക് കൊടുക്കണം. കാരണം ഇതൊക്കെ എന്റെ മോൻക്ക് എഫക്ട് ചെയ്ത എന്റെ മോൻക്ക് റിസൾട്ട് കിട്ടിയതാണ്. അത് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ ലീഫ് കുട്ടി അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അവൻക്ക് കൊടുക്കുന്ന ഫുഡിലെ ദോശയിൽ അരച്ചിട്ട് കൊടുക്കാം. ഞാൻ എങ്ങനെ എന്റെ മോൻക്ക് കൊടുക്കാറ്, ഈ പാലൊക്കെ ഉണ്ട്, പിന്നെ ചീര, പിന്നെ ഒരുപാട് ലീഫ്. ഇപ്പൊ ഇവിടെ മൈസൂർ ഒരുപാട് ലീഫ് അവൈലബിൾ ആണ്, നാട്ടില് അങ്ങനെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് എന്തായാലും കുട്ടികൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അരച്ചിട്ട് പിന്നെ അത് നിങ്ങൾക്ക് ദോശയിൽ കലക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചപ്പാത്തി പറഞ്ഞാൽ നമുക്കിപ്പോ മുത്താരിന്റെ ചപ്പാത്തി, അതിന്റെ റെസിപ്പീസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ നമ്പർ ഇന്നലെ മാം ഷെയർ ചെയ്തിനല്ലോ. രാഗി ചപ്പാത്തി. പിന്നെ ഞാൻ ഗോതമ്പ് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ എന്റെ മോൻക്ക് സ്റ്റാർട്ട് ചെയ്തത് മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് ഭയങ്കര ബെനഫിഷ്യൽ ആണ്. അതും ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. അതില് പിന്നെ സ്വർഗം മില്ലറ്റ് ഉണ്ട്, പേൾ മില്ലറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ മലയാളം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാനത് എനിക്ക് പറയാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ച് മലയാളത്തിന്റെ പേര്. അത് കമ്പം എന്ന് പറയുന്നുണ്ട്, ചോളം, മണിച്ചോളം, പിന്നെ തീന, പിന്നെ കൂവരക്ക് എന്നാ പറയുന്നത്, ചാമ, പിന്നെ കവടപ്പുല്ല്. ഇതൊക്കെയാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതില് ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ഒക്കെ ദോശ, അവർക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളും വീട്ടില് അധികം ദോശ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഞാനത് ദോശ അതിലെല്ലാം ആക്കിയിട്ട് അത് നമ്മൾ ഫെർമെന്റ് ചെയ്തിട്ടും കൊടുക്കും, ഫെർമെന്റ് ചെയ്യാണ്ടും കൊടുക്കുന്ന ദോശകളുണ്ട്. അപ്പൊ അതങ്ങനെ ആക്കിയിട്ട് ഞാൻ മോൻക്ക് കൊടുക്കും. പിന്നെ കുട്ടിക്ക് ഇപ്പം പ്രോട്ടീൻ വേണം. പക്ഷെ പാലും പാലുൽപ്പന്നങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോ. അപ്പൊ അതിന് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബദാമിന്റെ പാലെടുക്കാം. ഒരു 15 ബദാം രാത്രി സോക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ അത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചാക്കി പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾക്ക് കുട്ടിക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് അതിലൊരു ഡേറ്റ്സ് ഇടാം, ഒരു 1-2 ഡേറ്റ്സ് ഇടാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ജാഗരി കിട്ടും, അത് ഇടാം. പക്ഷെ ഓർഗാനിക് ആയിരിക്കണം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമുക്ക് ഈ മറ്റേ ഇതെല്ലാം കിട്ടുന്നില്ലേ വെല്ലമൊക്കെ, അതൊന്നും അത്ര നല്ലതല്ല. അത് ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾ അത് യൂസ് ചെയ്യണ്ടാന്ന്. അപ്പൊ അത് യൂസ് ചെയ്യാം. പിന്നെ വാൾനട്ട്, ബദാം വാൾനട്ട് കുട്ടികൾ കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിനെ പൗഡർ ആക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിനൊന്ന് പൗഡർ ആക്കി വെക്കുക. അത് അവന്റെ ഭക്ഷണത്തിൽ ചേർത്തിയാൽ മതി. ഇപ്പൊ ചോറൊന്നും അതിന്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് കൂടാതെ ഞാൻ ഗ്രീൻ ലീഫ് അത് കൊടുക്കുക. പിന്നെ സീഡ്സ്, നമ്മൾ ഈ പംകിൻ സീഡ്സ് ഉണ്ട്, പിന്നെ നമ്മൾ എള്ളുണ്ട്, കറുത്ത എള്ള്, വെളുത്ത എള്ള്. അപ്പൊ ഞാൻ ആ ചട്നി പൗഡർ പറഞ്ഞല്ലോ നിങ്ങളോട്. അപ്പൊ ഞാൻ ആ ചട്നി പൗഡർ ഉണ്ടാക്കും. അതിൽ ഞാൻ എള്ളും, ചിയ സീഡും, ഫ്ലാക്സ് സീഡും ഇതൊക്കെ ഇട്ടിട്ട് ഒരു കോമ്പിനേഷൻ ആക്കിയിട്ടാണ്. അപ്പൊ എന്തായി, അപ്പൊ ഒരേ സെയിം ടൈം തന്നെ അതെല്ലാം അവന്റെ വയറ്റിലെത്തും. അവൻക്ക് പിന്നെ മാറി മാറി ഓരോ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. എള്ള പിന്നെ നല്ല എല്ലാവർക്കും അറിയാലോ, അതിന്റെ പ്രത്യേകിച്ച് പറയേണ്ടേ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എള്ളായി. പിന്നെ ഈ സീഡ്സ് നല്ല സംഭവമാണ്. ഇങ്ങനത്തെ സീഡ്സ് എല്ലാം നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ആക്കിയിട്ട് അതിൽ ജാഗ്രിയോ അല്ലെങ്കിൽ ജാഗ്രി ഒരുക്കി പിന്നെ നമ്മൾ ഡേറ്റ്സ് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ലഡു പോലെ ആക്കിയാൽ മതി. ഡെയിലി ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ കുട്ടിക്ക് അതിന്റെ എല്ലാ ഡെഫിഷ്യൻസിയും ഫുൾഫിൽ ആവും അതിൽ. അങ്ങനെ നമ്മൾ ഈ തെറാപ്പിസ്റ്റിന്റെ കൂടെ ഇതും കൂടി ചെയ്ത് നോക്കിയാല് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, അവരെ ആക്ടിവിറ്റീസിൽ നല്ല മാറ്റം കാണും. അവരെ റൈറ്റിംഗ് സ്കില്ല്, അവരെ മെമ്മറി പവർ നന്നായി കാണും, എല്ലാം കാണും. അല്ലാണ്ട് നമ്മൾ ഈ
വെറും തെറപ്പീസിന് ഒരുപാട് പാരന്റ്സിനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് കാണുന്നുണ്ട്. രാവിലെ തെറപ്പീസ് തുടങ്ങിയ രാത്രി വരെ തെറപ്പീസാ. അവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി പോകുന്ന പോക്കിൽ ആ ബേക്കറി കയറി ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ബർഗർ വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് വാങ്ങിക്കൊടുത്ത് പിന്നെയും വേറെ തെറാപ്പിയിലേക്ക് പോയി. അപ്പൊ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ശരിക്കും നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് നമ്മൾ ഈ ഫുഡിലാണ്. അപ്പൊ ഈ ഫുഡ് നിങ്ങൾക്കും കഴിക്കാം. നിങ്ങളിപ്പോ ഒരു കുട്ടിക്കായിട്ട് എങ്ങനെ ആക്കേണ്ടത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളെ ഹെൽത്തിനും നിങ്ങളും കുട്ടീൻ്റെ ഒക്കെ തന്നെ ഓടേണ്ട ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങളും അതിന്റെ കൂടെ കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അത് കൂടാത്തത് പിന്നെ ഫിഷ് ഓയിൽ ഡെയിലി ഇപ്പൊ ഫിഷ് കൊടുക്കുക. എന്നാൽ ഇപ്പൊ ഫിഷ് ഡെയിലി കൊടുത്താലും നമുക്ക് നമുക്കൊരു ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡിന്റെ ജെല്ല് വരുന്നുണ്ട്. അതിന്റെ ചെറിയ കാൻഡീസ് വരുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് നമ്മൾ മീനെണ്ണ ക്യാപ്സൂളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ചില കുട്ടികൾ അത് കഴിക്കൂല. കാരണം വെച്ചാൽ അത് ഇങ്ങനത്തെ സ്പെഷ്യൽ കുട്ടികൾ അവർ കടിച്ചവച്ചാളി. അപ്പൊ അവർക്കായിട്ട് ചെറിയ ഗമ്മീസ് വരുന്നുണ്ട്. നല്ല ഒരു സോഫ്റ്റ് ഇതായിട്ടില്ല അത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഇപ്പൊ റീസെന്റ് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തത് ഒരു മഷ്റൂമിന്റെ പൗഡറാണ്. മഷ്റൂം വെച്ചാൽ നമ്മൾ കുമിലില്ലേ, ആ കുമിലിന്റെ ഒരു പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിന്റെ പേരാണ് ലയൺസ് മെന്നെ മഷ്റൂം. ലയൺസ് പിന്നെ മെനെ മഷ്റൂം. അത് ഇന്ത്യയിൽ ഇല്ല, അതിന്റെ ഉൽപാദനം ഇന്ത്യയിൽ ഇല്ല. അപ്പൊ അത് US നിന്ന് വരുന്നതാണ്. പക്ഷെ അതിന്റെ പൗഡർ നമുക്ക് ഇടാം ഓർഗാനിക് ആയിട്ട് തന്നെ. ഞാൻ അതിന്റെ പാക്കറ്റ് വെക്കാൻ വിട്ടുപോയി, ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നു. അപ്പൊ അത് ഭയങ്കര സൂപ്പറാണ്. വേണമെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയിട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് കാണാം. അത് അൽഷിമസിനെ വരെ റിവേഴ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. അത്രക്കും സൂപ്പർ പവർ ആണ് അത്. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഡയറ്റീഷ്യന്റെ അടുത്ത് പോയി അവളോട് സംസാരിച്ച് അങ്ങനെ അവള് പറഞ്ഞു ഓക്കെ അത് കൊടുക്കാം. കാരണം ഈ മോന്റെ കാര്യത്തിന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അവന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. അവർക്ക് സ്റ്റണ്ട് ഉണ്ട്, ബൈപ്പാസ് കഴിഞ്ഞ മോനാണ്. പിന്നെ സീസറിന് ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ എന്തെങ്കിലും ഫുഡ് തന്നെ എനിക്കൊന്ന് പുതിയ കൂടിയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം. പക്ഷെ എല്ലാവരും ഡയറ്റീഷ്യൻ ഒന്ന് പോയി കണ്ടു കൊടുക്കുന്ന കുറച്ച് നല്ല തന്നെയാണ്. അത് എന്നെക്കാട്ടും നന്നായിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഈ പച്ചക്കറികളിൽ നമ്മള് ചൊരിങ്ങ, ഐ തിങ്ക് ചൊരിങ്ങ തന്നെയാ പറയാ, ബോട്ടൽ ഗോഡ്, അത് പിന്നെ വെളുത്തൊരു കുമ്പളങ്ങ എന്ന് പറയും. അതിന് ആഷ് ഗാർഡ് എന്നാ പറയാ. മലയാളത്തിൽ വളയം കുമ്പളങ്ങ അങ്ങനെയാറ്റാന്നൊന്നും പറയല്. ഒരു വലുപ്പത്തിലുള്ള ഒരു കുമ്പളങ്ങ പോലത്തെ അത് ഭയങ്കര ബെനഫിഷ്യൽ ആണ് ഈ നമ്മുടെ ബ്രെയിനിന്. അപ്പൊ അതെങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ അത് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റില് കുറച്ചൊരു പീസ് എടുത്തിട്ട് ഒരു വണ്ണത്തിലാ കിട്ടുക. അതൊന്നും വാങ്ങി നിങ്ങളൊന്ന് ഒരു പീസ് എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് രാവിലെ അതിന്റെ വെള്ളം കുറച്ച് ഹനി കൂട്ടിയിട്ട് കൊടുക്കാം. അഥവാ കുട്ടി അത് കഴിക്കുന്നില്ലെങ്കിൽ അതിന് നന്നായി നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അരി സോക്ക് ചെയ്യാം, വെള്ളം ചേർത്താതെ. പക്ഷെ ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ ഈ കുമ്പളങ്ങയില്. അപ്പൊ അതിന്റെ വെള്ളം തന്നെ ധാരാളമായിരിക്കും. അപ്പൊ അതിന്റെ ദോശ ഉണ്ടാക്കി കൊടുക്കുക. അത് ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയും ടേസ്റ്റ് മാറിയ കുട്ടി കഴിക്കൂല, പക്ഷെ അതിനൊരു ടേസ്റ്റ് മാറ്റമൊന്നുമില്ല. സാധാരണ നമ്മള് ദോശ പോലെ തന്നെയാണ് ഉണ്ടാവാതെ. അത് നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ റെസിപ്പീസ് എൻ്റെ ഒരുപാട് ഇങ്ങനത്തെ മില്ലറ്റ്സിന്റെ നല്ല ടേസ്റ്റി ആയിട്ടില്ല എന്നെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്താ വേണേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പം ഞാൻ മെയിൻ ഈ വൈറ്റമിൻ ഡി പ്രത്യേകിച്ചിട്ട് അതിനെപ്പറ്റി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് കുറയുന്ന നമ്മൾ അറിയൂല. പിന്നെ അതുകൂടാതെ കുട്ടിക്ക് എവിടെയാ പെയിന് പറയാൻ അറിയില്ല. സംസാരിക്കുന്ന കുട്ടിയാണെങ്കിലും കുട്ടിക്ക് അത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റൂല. എനിക്ക് എവിടെയാന്ന് പെയിനാ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താന്നൊരു അൺകംഫർട്ടബിൾ പോലെ തോന്നുന്നു. അപ്പൊ ഒരു 6 months കൂടുമെങ്കിലും നിങ്ങൾ പോയിട്ട് കുട്ടിന്റെ എല്ലാ ടെസ്റ്റും ഒന്ന് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ കോൺസ്റ്റിപ്പേഷനിലെ കുട്ടിയാണെങ്കിൽ ഞാൻ പപ്പായ ഡെയിലി ഒരു ഫ്രൂട്ട് കൊടുക്കുക. പപ്പായ പിന്നെ ബനാന ഇതൊക്കെ ഡെയിലി ഇവരെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ആപ്പിളിന്റെ പിന്നെ ഈവനിങ് സ്നാക്സിന്റെ ഇതിൽ നമുക്ക് പുറത്ത് ഒരു ഐറ്റംസും ബിസ്ക്കറ്റ് ബ്രെഡ്
അല്ലെങ്കിൽ ബന്ന്, റസ്ക്, അങ്ങനത്തെ ഒന്നും നിങ്ങൾ കൊടുക്കരുത്. മെനക്കേടാന്ന് വെച്ചാൽ എഫേർട്ട് എടുക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഈ മൈതാനത്ത് ഇറങ്ങി, ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മൾ എല്ലാ ഭാഗവും വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഭയങ്കര കെയർഫുൾ ആയിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാങ്ങ അത് നാച്ചുറൽ ഷുഗർ അല്ലേ, പക്ഷെ നമ്മൾ അത്ര ഓർമ്മിച്ചില്ല. അത് പഞ്ചസാരയൊന്നും അല്ലല്ലോ. അങ്ങനെ ആ മാങ്ങ കൊടുത്തിട്ട് അവന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വന്നു. പിന്നെ മുന്തിരിങ്ങ കൊടുത്തിട്ട് ചേഞ്ചസ് വന്ന്, അങ്ങനെ അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ആട്ട തീരെ കൊടുക്കാൻ പാടില്ല. ആട്ടയും ഈ മൈദയും പിന്നെ ഈ സോഡ, ഈസ്റ്റ് ഉള്ള സാധനങ്ങള്, അതൊന്നും തീരെ കൊടുക്കാൻ പാടില്ല. മാക്സിമം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെറിയൊരു ട്രബിൾ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കുട്ടീന്റെ ഡയറ്റ് ഷെഡ്യൂൾ മാറ്റാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ഗ്രാജുവലി മെല്ലെ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളിപ്പോ പൊടി കുഴക്കുമ്പോൾ ചപ്പാത്തി കൊടുക്കുന്നത്, കുറച്ച് റാഗിന്റെ ആട്ടിയും കുറച്ച് ആട്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ട് ചപ്പാത്തി ഇടുക. അങ്ങനെ നിങ്ങൾ രാഗിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് വീറ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് പിന്നെ വീറ്റ് മൊത്തം നിർത്തിക്കളയാം. ഞാൻ പറഞ്ഞ ഇതുപോലെ പിന്നെ ഈ ഞാനിപ്പോ പറഞ്ഞ മില്ലറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ആട്ട അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഒക്കെ നിങ്ങൾക്ക് ചപ്പാത്തി നല്ല നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി നിങ്ങൾക്ക് ചൂടാൻ പറ്റും. കുട്ടി കഴിക്കുകയും ചെയ്യും, ഒരു പ്രശ്നവുമില്ല. പൂരി ചൂടാൻ പറ്റും അതിനെ കൊണ്ട്. പിന്നെ ബട്ടർ കൊടുക്കരുത്. പിന്നെ ഗീ നമുക്ക് കൊടുക്കാം. നമ്മള് നല്ല നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ പാൽ പ്രൊഡക്റ്റ് ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഗീ നമുക്ക് ഡെയിലി കുറച്ച് കൊടുക്കുന്നതിനും ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് കൊടുക്കാം. മെയിൻ നിങ്ങൾ പഞ്ചസാര, ഈ ചോക്ലേറ്റ്, സ്വീറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഞാനിവിടെ എൻ്റെ മോനെ ഡയറ്റില് രാഗി കുക്കീസ് ഉണ്ടാക്കും. അത് ഞാൻ വീക്ക്ലി ഒരു ബോക്സിൽ ഇങ്ങനെ ആക്കി വെക്കും. പിന്നെ വേറൊരു മില്ലറ്റ് ഉണ്ട്, അതിന്റെ ഒരു സ്വർഗം മില്ലറ്റ് ഉണ്ട്, അതിന്റെ കേക്ക് നല്ല രസമായിട്ട് കഴിക്കാൻ. അത് ഞാൻ ഷുഗർ ഇല്ലാണ്ട് ബനാനയും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഹണി നിങ്ങൾ നോക്കിയിട്ട് ഹണി യൂസ് ചെയ്യണം. കാരണം ഹണിയിലും ഷുഗർ കോണ്ടന്റ്, ഈ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഹണിയിൽ ഷുഗർ കോണ്ടന്റ് നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹണി, നിങ്ങൾക്ക് ശരിക്കും ഒരു ഉറപ്പ് വേണം അത് ഓർഗാനിക് തന്നെയാണ്. അപ്പൊ ഹണി അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ഗ്ലൂട്ടൻ ഫ്രീ തന്നെ, മറ്റേ സാധാരണ നമ്മൾ ക്വക്കർ ഓട്സ് അല്ല, ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ്. അപ്പൊ പാലിന്റെ സ്ഥലത്ത് നിങ്ങൾ കുട്ടിക്ക് പാൽ ഇപ്പൊ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ഓട്സിന്റെ പാല് നിങ്ങൾക്ക് എടുക്കാം. ആ പാല് നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഇത് ഞാൻ പറഞ്ഞ ജാഗരി ഇട്ടിട്ടോ ആ പാല് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കോക്കനട്ട് മിൽക്ക് കൊടുക്കാം. പിന്നെ ബദാമിന്റെ മിൽക്ക് ഞാൻ പറഞ്ഞത് കൊടുക്കാം. പിന്നെ പീനട്ട് ഇല്ല, നമ്മളെ കപ്പലണ്ടി, അതിന്റെ പാലെടുത്തിട്ട് അതിന്റെ കേർഡ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ് കേർഡ് ഉണ്ടാക്കിയാല്. അപ്പൊ ആ കേർഡ് നമുക്ക് ഐസ്ക്രീം പോലെയും കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ജാഗറി ഇട്ടിട്ട് നമുക്കത് ഒരു സ്നാക്ക് ടൈമിൽ അത് ജാഗറി പോലെയും കൊടുക്കാം. നല്ല ഭയങ്കര ഹൈ കാൽഷ്യമാണ്. അപ്പൊ നമുക്ക് ആ പാലിന്റെ ആ ഒരു കുറവുണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ പൂർത്തിയാക്കാൻ പറ്റും. എന്തായാലും ഇപ്പൊ പാല് കൊടുക്കണ്ടെന്ന് തന്നെ അധികം ആൾക്കാരും പറഞ്ഞ് പാൽ അത്ര നല്ല വരുന്നില്ല. പിന്നെ പശുക്കളൊന്നും എല്ലാവരുടെ വീട്ടിലില്ല. പിന്നെ അപ്പൊ നമ്മൾ ഇത് കൊടുത്താല് നമുക്ക് ആ പാലിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. മെന്റലി ഹെൽത്ത്, നമ്മളിപ്പോ അവരെ മെന്റലി ഹെൽത്ത്, നമ്മൾ ഫസ്റ്റ് ഓട്ടിസം ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ നേരെ നമുക്ക് ഓടുക നമ്മളിതാ ബ്രെയിൻ ഡെവലപ്മെന്റ്, മെന്റലി ഹെൽത്ത്. അപ്പൊ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരെ ഫിസിക്കൽ ഹെൽത്തും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോ എന്തിപ്പോ ആരും ഒരു മെസ്സേജ് കണ്ടു, കുമ്പളങ്ങ. അപ്പൊ അതിന്റെ എനിക്ക് ശരിക്കും പേര് അറിയില്ല. ഞാൻ ആഷ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾക്ക് അതിനെ പറ്റി ആർക്കും ഇതിന്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണെന്നാ പിന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താ അത് സംഭവം. പിന്നെ കർണാടകയിലൊക്കെ കാണാം, നാട്ടില് വളരെ കുറവാണ് കാണല്. അപ്പോ അത് നല്ല എന്തായാലും നിങ്ങൾ മാക്സിമം പറ്റുവാണെങ്കിൽ, എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാൻ ഈ പറഞ്ഞ സംഭവം. ഒരു കുറച്ച് വണ്ണത്തിലുള്ള ഒരു സാധനം അത്. പിന്നെ അവർക്ക് വെള്ളം, അതിൽ നമ്മള് കുക്കുംബർ അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ക്യാരറ്റ്. പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്സിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ബനാന, ആപ്പിള്. അപ്പൊ എന്റെ റുട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ ഈവനിങ് സ്നാക്സിൽ അത് ബനാന പാൻ കേക്ക് ആക്കിയിട്ട് കൊടുക്കാം. അപ്പൊ എന്തായി, ഫ്രൂട്ടും എത്തി, അവന്റെ ഈവനിങ് സ്നാക്സും ആയി. പിന്നെ പാലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ പാല് കുട്ടി കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പായസം ഉണ്ടാക്കിക്കോ അതിന്റെ.
വിജാഗിരി ഒക്കെ ഇട്ടിട്ട് പിന്നെ പായസം ഉണ്ടാക്കിയിട്ട് കൊടുത്തു. പക്ഷെ ഉണ്ടാക്കുമ്പോൾ പാലിന്റെ തേങ്ങാപ്പാല് അധികം ആള് പായസം തേങ്ങാപ്പാല് തന്നെ ഉണ്ടാക്കുന്ന. അപ്പൊ അതിൽ ബദാമിന്റെ മിൽക്ക് ആഡ് ചെയ്യാം, പിന്നെ ഓട്സിന്റെ മിൽക്ക് ആഡ് ചെയ്യാം, പീനട്ടിന്റെ മിൽക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പായസത്തിന്റെ രൂപത്തിൽ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മഷ്റൂം ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ആ ഒരു നോളജ് സ്പ്രെഡ് ചെയ്യണം. കാരണം അത് അധികം ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയില്ല. ഞാനിപ്പോ കുറച്ച് നാളെ ആയിട്ടു അതിനെപ്പറ്റി വായിച്ചിട്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല, അത് ആൽസീമസിലെ പേഷ്യന്റ് ഉണ്ടാവുമല്ലോ, കുറച്ച് പ്രായമുള്ള ആൾക്കാര്, പിന്നെ അവർക്കൊക്കെ കൊടുക്കുന്ന നല്ലതാണ്. കാരണം ആൽസീമസ് വരെ റിവേഴ്സ് ആയ ആൾക്കാർ അതിലുണ്ട്. മേ ബി എനിക്ക് തോന്നുന്ന ഇതിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് നല്ലൊരു സംഭവമാണ്. അപ്പൊ ഇത് കുട്ടിക്ക് മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങളെ ഹെൽത്തും ഒന്ന് പ്രത്യേകിച്ചിട്ട്, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നിങ്ങളെ ഹെൽത്ത് കണ്ടീഷനും പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫുഡൊക്കെ നിങ്ങൾക്കും കഴിക്കാം. പിന്നെ കുട്ടീനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വേണമല്ലോ. അപ്പൊ രണ്ടുപേർക്കും കൂടി ഉണ്ടാക്കിയാൽ ഇപ്പൊ ചില ആൾക്കും ഈ കുട്ടിക്കായിട്ട് ഇപ്പൊ എന്തെന്ന് ഉണ്ടാക്കണം, എനിക്ക് വേറെ ഉണ്ടാക്കണം, കുട്ടിക്ക് വേറെ ഉണ്ടാക്കണം, അങ്ങനെ വേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാം. അപ്പൊ കുട്ടിക്ക് ബെനിഫിറ്റ് കിട്ടി, നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടി. പിന്നെ നമ്മളിപ്പോ ഞാൻ ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്ക് ഐസ്ക്രീമിന് ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് കുക്കീസ്, പിന്നെ ബാറ്, അതൊക്കെ നമ്മൾ ഇപ്പൊ ഒരുപാട് റെസിപ്പീസ് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഫ്രീ ഉള്ള ദിവസം, കുട്ടിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസം, നിങ്ങൾ അങ്ങനത്തെ കുക്കീസ് അങ്ങനത്തെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്രോബ്ലം ഉണ്ടാവും, കുട്ടികൾ കുറച്ച് അവോയ്ഡ് ചെയ്യും. പക്ഷെ അത് മെല്ലെ 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 കുട്ടി കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുട്ടി കഴിക്കൂല. അപ്പൊ ഞാൻ എന്റെ അറിവിൽ തന്നെ ഞാൻ ഫാമിലി കുട്ടി കഴിക്കുന്നില്ല, കഴിക്കുകയേ ചെയ്യൂല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതും മെല്ലെ മെല്ലെ എങ്ങനെയെങ്കിലും നിങ്ങൾ കഴിപ്പിക്കാൻ നോക്കുക. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണ് കൊടുക്കരുത്. ഫോണ് കൊടുത്തിട്ട് ഫുഡ് കഴിക്കുമ്പോ ആ ഒരു നമ്മളെ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തുന്നില്ല, കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നോർമൽ ആൾ തന്നെ ഇപ്പൊ ഫുഡ് നമ്മളിപ്പോ നോർമൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കുമ്പോ കുട്ടികൾ നന്നായി കേൾക്കും, അവരറിയും നമ്മൾ എന്താ കഴിച്ചതെന്നൊന്നും അവരറിയുന്നില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും നടന്നോ, അല്ലെങ്കിൽ കുറച്ച് കുട്ടീനൊക്കെ കളിച്ചു അല്ലെങ്കിൽ പുറത്ത് അങ്ങനെയൊക്കെ കൊടുത്താലും സാരമില്ല. പക്ഷെ നിങ്ങൾ ഇത് ഒഴിവാക്കുക, ഈ ഫോണ് ആൻഡ് TV. അത് അന്നേരം കുട്ടീന്റെ ബോഡിക്ക് നന്നായി ഈ ഫുഡൊക്കെ നന്നായി എഫക്ട് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ? പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്നോട്, മില്ലറ്റ്സിന്റെ കാര്യത്തിലും. പിന്നെ ഇപ്പൊ മില്ലറ്റ്സ് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഇപ്പൊ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. മില്ലറ്റ്സിന്റെ ആട്ട ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുക. ആ ചപ്പാത്തി നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ ഇപ്പൊ പറഞ്ഞ പച്ചക്കറികൾ അതിൽ മാഷ് ചെയ്തിട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് ഏറ്റവും ഗ്രീൻ പീസ് ഡ്രൈ ഗ്രീൻ പീസ് അല്ല, നമ്മളെ മറ്റേ ഡ്രൈഡ് ആയിട്ട് കിട്ടുന്നില്ല, അതല്ല, നല്ല ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടാവും. അത് അരച്ചിട്ട് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഗ്രീൻ പീസ് നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ ഈ ലഡു ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ മറ്റേ സീസമി സീഡ്, ഇതൊക്കെ ഇതാക്കിയിട്ട് നിങ്ങളൊരു ലഡു ഉണ്ടാക്കിയിട്ട് അത് വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്രോബ്ലം ഉണ്ടാവും, പക്ഷെ ഇറ്റ്സ് ഓക്കെ. അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടിന്റെ ഹെൽത്ത് നമുക്ക് കിട്ടണ്ടേ. കുട്ടി നമ്മൾ എല്ലാ ഫീൽഡിലും ഓരോ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ നമുക്ക് ഈ ഒരു എഫേർട്ടും എടുത്തേ പറ്റും. അതാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞത്. നമുക്ക് ഇങ്ങനത്തെ പാരന്റ്സിനെ, ഒരു ഫാമിലി ഒരാളെ ആ സപ്പോർട്ട് നിർബന്ധമായിട്ട് വേണം. കാരണം ഒരു മദറിന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല, ഫുഡിന്റെ കാര്യവും കുട്ടിന്റെ കാര്യവും. അപ്പൊ അതാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇന്നലെ പറഞ്ഞത്, ഒരാളെ സപ്പോർട്ടെങ്കിലും വേണം. പിന്നെ ഇന്നലെ എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു, ഒരു ഹെൽപ്പറിനെ വെക്കാം. അപ്പൊ ഹെൽപ്പർ ഇപ്പൊ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ ഇപ്പൊ എല്ലാവർക്കും ഈ കാര്യങ്ങൾ നോക്കാനും അതിന്റെ കൂടെ ഒരു ഹെൽപ്പറിനെ വെക്കാനും? പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ഹെൽപ്പർ നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യൂന്ന്, നമ്മളെ കുട്ടീന്റെ കാര്യം എത്രത്തോളം നോക്കൂന്ന്, അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെ ആക്കൂന്ന് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ കുട്ടിന്റെ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ എന്തൊരു പോസിറ്റീവ് വേല് ചെയ്യണോ. കുഞ്ഞിനൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി, പോസിറ്റീവ് വൈബോട് കൂടി കുട്ടിക്ക് ഉണ്ടാക്കണം. അല്ലാണ്ട് നമ്മളിത്
ഗടഗട ഇങ്ങനെ ആക്കി ഇതിപ്പം കൊടുക്കണം, ഇതിപ്പം പോണം, ഇതിപ്പം അങ്ങനെയല്ല. നമ്മളൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് ആ ഫുഡിലേക്ക് വരണം. അപ്പൊ ഇതൊക്കെ നിങ്ങള് ഒരു എന്താ വെച്ചാല് അപ്പൊ ഈ എനർജീന്റെ കാര്യം പറഞ്ഞ അത് നിർബന്ധമാണ്. നിങ്ങൾ നല്ല നല്ല മൈൻഡോട് കൂടി, നല്ല ഫ്രഷ് മൈൻഡോട് കൂടി കുട്ടിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഹരിബറിയിൽ ഉണ്ടാക്കരുത്, നല്ല സമാധാനത്തിൽ ഉണ്ടാക്കുക. നല്ല പോസിറ്റീവ് എനർജി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ കുട്ടിക്ക് ഒന്ന് കൊടുത്തു നോക്ക്. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇന്നലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇന്നത്തെ ഒരു സെഷന്റെ ഞാൻ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. അവർക്ക് ഇങ്ങനെ സെക്കൻഡ് ബേബി, അത് അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിനെ പറ്റി ഒന്ന് പറയണേ. അപ്പോ ഞാൻ അതും കൂടി ഇന്നത്തെ ഇതിൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ രണ്ടാൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അവര് പറഞ്ഞു നമ്മക്ക് കുറെ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ സെക്കൻഡ് ബേബി നമുക്ക് വേണോ വേണ്ടയോ, നമ്മൾ ഈ കുട്ടീനെ ആര് നോക്കും, എന്ത് ചെയ്യും. പക്ഷെ നമ്മളിവിടെ സൈക്കാട്രിസ്റ്റ് വരെ എന്താ പറയുന്നത്, അവർക്ക് സിബ്ലിങ്സ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. നമ്മളിപ്പോ സ്വന്തം ആലോചിച്ച് നോക്കി, ഇപ്പൊ എന്റെ ഒരു മോന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി തന്നെ, അവർക്ക് ആരുമില്ല സപ്പോർട്ടിന്. അപ്പൊ അവൾ എന്നോട് പറയും, നമ്മൾ എന്താ ചെയ്യണ്ടേ, ഞാനിപ്പോ വേറെ സെക്കൻഡ് ബേബി വന്നാൽ അതിനെ ആര് നോക്കും, അതിനെന്ത് ചെയ്യും. പക്ഷെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ കുട്ടിക്ക്, നമ്മൾ ഈ മോൻക്ക് ഈ മോക്ക് ഒരാള് വേണം, അത് നിർബന്ധമാണ്. സോറി, ഞാൻ എന്റെ ട്രാക്ക് മാറി. കാശ് ഇന്നലെ രണ്ടാളെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ അത് നമുക്ക് പിന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ ആയാലോ, ആ കുട്ടിക്ക് അങ്ങനെ, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പഠിച്ചോൻ തീരുമാനിച്ചോളൂ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എന്താ ആക്കേണ്ടത്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ഡോക്ടർ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു നിങ്ങളെ ജനറ്റിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങളേക്ക് നെക്സ്റ്റ് ബേബി ഇങ്ങനെ തന്നെയായിരിക്കും, അപ്പൊ അത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ ചിലയാൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല, നെക്സ്റ്റ് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും അതെത്തി എല്ലാവരും ഒന്ന് ആലോചിക്കണം. അത് അവരെ മാത്രം ആലോചിച്ചാൽ പോരാ, അവരെ ഫാമിലി മെമ്പേഴ്സും അവർ ആലോചിക്കണം. സപ്പോർട്ട് ഉണ്ടായാലും അവർക്ക് മറ്റേ കുഞ്ഞിനും ഈ കുഞ്ഞിനും ഒക്കെ നോക്കാൻ പറ്റും. ഇപ്പൊ എന്റെ മോക്ക് ചെറിയൊരു ബേബി ഉണ്ട്, 2 വയസ്സില്ല. അപ്പൊ ആ ബേബി വന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എന്റെ മോൻ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് സ്കൂളിൽ നിന്ന് വന്നാൽ അവളെ സെർച്ച് ചെയ്യും, അവളെ കൂടെ കളിക്കും. പുറത്തില്ലാവർക്കും ഇവൻ കളിക്കൂല, പക്ഷെ അവളെ കൂടെ അവൻ കളിക്കും, അവളെ നോക്കും, അടിയും കഴിയും. അപ്പോ ഈ ഒരു പോയിന്റും കൂടി ഞാൻ ഇന്നലെ വിട്ടുപോയതായിരുന്നു. അപ്പൊ ഞാൻ എനിക്കത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഫുഡിനെ പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളും. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ ഫുഡിന്റെ കാര്യത്തില്? വേറെ ഒന്ന് എഗ്ഗ് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. എഗ്ഗ് ഓർമ്മപ്പെടുത്തിയ കോണായി, ഞാൻ സോറി പറയാൻ വിട്ടുപോയത്. എഗ്ഗ് ഡെയിലി കൊടുക്കണം, ഡെയിലി എഗ്ഗ് കൊടുക്കണം. പിന്നെ ഒരു ആഴ്ചക്ക് 3 ദിവസം നിങ്ങൾ ഈ ബാത്ത് മുട്ട ഇല്ലേ, ആ ബാത്ത് മുട്ട നിങ്ങൾ ഒലീവ് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് ഒരു ആഴ്ചക്ക് ഒരു 3 ദിവസം അത് കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. അത് സ്പീച്ചിന് ഭയങ്കര നല്ലതാണ്. ഡക്ക് എഗ് താറാവ് ഡക്ക്. അപ്പൊ അത് ആഴ്ചക്ക് 3 ദിവസം അത് ഒലീവ് ഓയിലായിരുന്നു, കുറച്ചൊരു ഒലീവ് ഓയിൽ ഇട്ടിട്ട് നിങ്ങൾ അതിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ദിവസം നിങ്ങൾ ഡെയിലി ഒരു മുട്ട കൊടുക്കണം. പക്ഷെ മുട്ട നല്ല, പിന്നെ മറ്റേ ബട്ടർ ഫ്രൂട്ട് ഇല്ലേ, അവക്കാഡോ, അത് കൊടുക്കുക. അത് നിങ്ങൾ ഷെയ്ക്കൊന്നും അടിക്കരുത്. അത് തന്നെ നിങ്ങൾ കട്ട് ചെയ്തു സ്പൂണിനെ കൊണ്ടാക്കിയിട്ട്, ചെറിയൊരു പ്രശ്നം അപ്പൊ അത് അങ്ങനെ കുട്ടിക്ക് പ്രശ്നം അങ്ങനെ നിങ്ങൾ ജാഗറി പൗഡർ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി അതിന്റെ മേലെ. അതിനകത്ത് അങ്ങനെ തന്നെ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ എന്റെ മോനും കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഷെയ്ക്ക് അടിച്ചിട്ട് കൊടുത്തിട്ടും അങ്ങനെ നമ്മൾ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നന്നായി മാഷ് ചെയ്തിട്ട് നിങ്ങൾ മാഷ് ചെയ്ത കളിയാ, അതിന്റെ അതിൽ നമ്മൾ ജാഗറി പൗഡർ ഇട്ടിട്ട് അത് ആഴ്ചക്ക് നിങ്ങൾ 3 ദിവസം കൊടുക്കുക. പിന്നെ ബ്രൊക്കോലി, നമ്മളെ മറ്റേ ഗ്രീൻ ഇതല്ലേ, ബ്രൊക്കോലി അറിയാൻ പറ്റുമായിരിക്കും. ഫ്ലോർ പോലത്തെ
അപ്പൊ അത് ആഴ്ചക്ക് 3 ദിവസം. അതെങ്ങനെയാ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവിയിൽ വേപ്പിച്ചിട്ട് അത് പിന്നെ ഇത് ഒലീവ് ഓയിലിൽ സ്റ്റിർ ഫ്രൈ ചെയ്യാം. ഒലീവ് ഓയിൽ ഇടുക, എന്നിട്ട് കുറച്ച് അതിൽ ഗാർലിക് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൽ ഫ്രൈ ചെയ്യാം ഗാർലിക് ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റീം ചെയ്ത ഇതുണ്ടല്ലോ ബ്രോക്കോളി, അത് അതിലിട്ടിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യുക. അതിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കുട്ടിക്ക് ആ ഗാർലിക് അടക്കം കൊടുക്കുക. അത് ആഴ്ചക്ക് 3 ദിവസം കൊടുക്കുക. പിന്നെ നമ്മളെ ചെറുപയറില്ലേ, ഈ ഗ്രീൻ സാധനങ്ങളില്ലേ, പിന്നെ ചെറുപയറ് നമ്മൾ ഈ മധുരെല്ലാം ഇട്ടിട്ട് ആക്കുന്നുണ്ടല്ലോ, അങ്ങനെ അത് കൊടുക്കുക. കുട്ടി അങ്ങനെ കഴിക്കാൻ പ്രോബ്ലം ആക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അരച്ചാളിയാ, അരച്ചിട്ട് ഒരു പായസം പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക. കൊടുക്കാൻ ഒരുപാട് മെത്തഡ് ഉണ്ട്, നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. പിന്നെ ഈ ബട്ടർ ഫ്രൂട്ട് ഭയങ്കര നല്ലതാണ് ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന്, നല്ല സൂപ്പർ സാധനം. അത് 3 ദിവസം നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. പിന്നെ ഞാൻ അധികം ഈവനിങ് സ്നാക്സിന്റെ ഇതിലാണ് ഞാൻ അവർക്ക് മുട്ട കൊടുക്കല്. പിന്നെ പാലിങ്ങള് മാക്സിമം ശ്രദ്ധിക്കുക. ഈ ബദാം മിൽക്ക് ഞാൻ 15 ബദാം എടുക്കുക, രാത്രി സോക്ക് ചെയ്ത് വെക്കുക, രാവിലെ അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി ഒരു ഗ്ലാസ് വെള്ളം ഒരു ടൈം വീത്തരും, കുറച്ച് വീത്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതൊരു മൽമലിന്റെ തുണിയിൽ അരച്ചെടുത്തിട്ട് അതിന്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് ആ പാൽ അവനക്ക് കൊടുക്കും. എന്നിട്ട് അതിന്റെ ഇതുണ്ടാവുമല്ലോ, അതിന്റെ ബാക്കിയായ സംഭവം, അത് ഞാൻ അവന്റെ ദോശയിൽ മിക്സ് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ ഫുൾ അത് അവരെ തടിയിലെത്തും, അവന്റെ ബോഡിക്ക് അത് എത്തും. അതേപോലെ തന്നെ ഞാൻ പീനട്ടിന്റെ മിൽക്ക് എടുത്തിട്ട് പീനട്ട് രാത്രി സോക്ക് ചെയ്ത് അര കപ്പ് പീനട്ട് രാത്രി സോക്ക് ചെയ്ത് വെക്കും. പിറ്റേന്ന് രാവിലെ അതിന് ഒരു 1.25 ഗ്ലാസ് വെള്ളത്തില് അതന്നെ കുറച്ച് വെള്ളം വീട്ടിട്ട് നല്ലോണം പേസ്റ്റ് ചെയ്യും. എന്നിട്ട് മൽമലിന്റെ തുണിയിൽ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് നമ്മള് അതിങ്ങനെ നമ്മള് കാക്കുമ്പോൾ ഒരു കസ്റ്റർഡ് പോലെ അതിങ്ങനെ കുറുകി വരും. എന്നിട്ട് നമ്മളത് കുറച്ച് തണിഞ്ഞാല് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ 3 പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ആക്കിയിട്ട് വെക്കുക. പാത്രം അനക്കാണ്ട് അവിടെ വെക്കുക. രാവിലെ നല്ല കേടായിട്ടുണ്ടാവും, നല്ല ക്രീമി കേടായിട്ടുണ്ടാവും. ഈ കേട് ഡെയിലി കൊടുക്കണം, കുട്ടീന്റെ വയറ്റിന് നല്ല സംഭവമാണ്. അത് ചോറിലാക്കിയിട്ടും കൊടുക്കുക. ഞാൻ ഐസ്ക്രീം പോലെയും കൊടുക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ ഐസ്ക്രീം പോലെ അവർക്ക് കുറച്ച് ഇതൽ ജാഗ്രയൊക്കെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്താണ്. അപ്പൊ അവനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൻ്റെതും ഈ ബാക്കി ഉണ്ടാവുമല്ലോ ഈ ഐറ്റംസ് ഉണ്ടാക്കിയ, അതും ഞാൻ എന്ത് ചെയ്യും, അതും ഞാൻ വേസ്റ്റ് ചെയ്യില്ല. അത് ഞാൻ അവന്റെ രാഗി ചപ്പാത്തി ചുടുമ്പോ, പിന്നെ അല്ലെങ്കിൽ സ്വർഗം മില്ലറ്റിന്റെ ചപ്പാത്തി ഒക്കെ ചുടുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പത്തിരി ചുടുമല്ലോ, അരിപ്പത്തിരി, അതൊക്കെ ചുടുമ്പോ ഞാൻ അതിൽ മിക്സ് ആക്കി കളയും. അപ്പൊ അതില് വേസ്റ്റ് വരില്ല നമുക്ക്. അപ്പൊ ഈ ഞങ്ങൾക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ കിട്ടി മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോ ചില കാര്യങ്ങളൊക്കെ. ഇതെല്ലാവർക്കും ആക്ച്വലി രക്ഷിത മാം, ഇതിന് ഏജ് എങ്ങാനുണ്ടോ? ഇത്ര ഏജിലേക്ക് കൊടുക്കാം? വയസ്സിന്റെ കണക്കുണ്ടോ? ആഫ്റ്റർ 2 ഇയേഴ്സ് ആർക്കും കൊടുക്കാം. 2 ഇയേഴ്സ് ഞാൻ ഇപ്പൊ 3 ഇയേഴ്സ് ആയ എന്റെ മോൻക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഗ്ലൂട്ടൻ ഫ്രീയിൽ വന്നില്ല. കംപ്ലീറ്റ്ലി ഗ്ലൂട്ടൻ ഫ്രീയിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ 2 ഇയേഴ്സ് ആയി. ഗ്ലൂട്ടൻ ഫ്രീ, കേസിൻ ഫ്രീ, ഷുഗർ ഫ്രീ, ഇത് 3ഉം കൊടുക്കാറില്ല. കേസിൻ എന്ന് പറഞ്ഞാൽ പാൽ പ്രോഡക്ട്സ് മൊത്തം. അപ്പൊ ഇത് ഈ പീനട്ടിന്റെ ഇതിനെ കൊണ്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം. പനീർ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഭയങ്കര പാലിനെക്കാട്ടി ഭയങ്കര ഒരു ഇതില്ല സംഭവമാണ്. നമ്മള് റഷീദ മാമിന്റെ റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാം. യുനോ വൈ? കാരണം ആള് കാറ്ററിംഗ് ആയിരുന്നു പണ്ട്. ഷീസ് എ ഗ്രേറ്റ് കുക്ക്. പക്ഷെ പടച്ചോൻ എന്തിനാണ് റഷീദ മാമിനെ ഒരു നല്ല കുക്കാക്കി മാറ്റിയതെന്നറിയോ? കാരണം പിന്നീട് റഷീദ മാമിന് ഇങ്ങനെ ഒരു കുട്ടി വരാനുണ്ട്, ആ കുട്ടിക്ക് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുണ്ടെന്ന് പടച്ചോൻ അറിയായിരുന്നു. അതെ അതെ, ഭയങ്കര സംഭവം അല്ലേ? അതിങ്ങനെ കേൾക്കുമ്പോഴേ എന്തില്ല. നമ്മൾ ഐസ്ക്രീം ഇപ്പൊ മറ്റു കുട്ടികൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവനക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കും ഐസ്ക്രീം. പഴമൊക്കെ ഫ്രീസറിൽ വെച്ച് പിറ്റേന്ന് അതിനൊന്നും ഇതാക്കി ബ്ലാൻഡ് ചെയ്ത് അതിൽ റൈസും നമ്മളെ നട്ട്സും ഇതൊക്കെ ഇട്ടു നല്ലൊരു ഐസ്ക്രീം കിട്ടും. അപ്പൊ ഐസ്ക്രീം പോയി അവൻക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് നമുക്കൊക്കെ വേണ്ടി റെസിപ്പിക്ക് വേണ്ടി. റെസിപ്പീസ് ഒരുപാടുണ്ട്. ഇൻഷാല്ലാ ഇതിലിപ്പോ പറയാനിരുന്നാല് പിന്നെ 2 ദിവസം പിടിക്കും. റെസിപ്പീസ് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും റെസിപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ്
ചെയ്യാം. റഷീദ മാമിന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലി മാമിനെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഇനിയിപ്പോ ഒരു അവയർനെസ് ആണ് വേണ്ടത്, അവർക്ക് ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്, ഇനിയിപ്പോ ഡയറ്റ് പ്ലാൻ ആണ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തായാലും ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക്, അങ്ങനെ ഒരു കുട്ടിയുടെ പാരന്റിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഷീ ഈസ് റെഡി ടു സപ്പോർട്ട്. കാരണം ആ Yes, ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടും ഇത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് കൊണ്ടുമാണ്. തീർച്ചയായിട്ടും ഈ നമ്പർ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ചാറ്റ് Yes. ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോ ഞാൻ എന്റെ മോൻക്ക് ട്രൈ ചെയ്യും. കാരണം അവനക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇവനക്ക് അസുഖങ്ങൾ ഇല്ലത് കൊണ്ട്, ഈ അസുഖങ്ങൾ അൽഹംദുലില്ലാ ഇപ്പൊ ഇല്ല, പക്ഷെ നടന്നുപോയ പ്രശ്നങ്ങൾ ഇല്ല കൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ്. അപ്പൊ അവനക്ക് കൊടുക്കുന്ന ഏതൊരു ഡയറ്റും ഞാൻ പറയും എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. കാരണം ഡോക്ടേഴ്സ് അത്രയും നോക്കിയിട്ടാണ് അവന് യെസ് പറയും അവര്. ഞാനിപ്പോ പീഡിയാട്രീഷ്യനെ പോയി കാണും, ലിവറിന്റെ പോയി കാണും, ഡയറ്റീഷ്യനെ കാണും. ഒരു പുതിയ സാധനം എവിടെയും 3 നാളെ കണ്ടതിന് ശേഷമാണ് ഡിസിഷൻ എടുക്കുക. അപ്പൊ ഈ എന്തായാലും നിങ്ങളൊന്നും എഫേർട്ട് എടുത്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് എഫേർട്ട് എടുത്ത് നോക്കിയാലേ നിങ്ങളെ ശരിക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവള് പറഞ്ഞത് ശരി തന്നെയായിരുന്നു. മാം ഇത് ആക്ച്വലി ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അല്ലേ? നിങ്ങൾ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മള് ഫോക്സ് ഇതില്ലേ, ലോട്ടസ് സീഡ്, അല്ല ലോട്ടസ് സീഡ്, ലോട്ടസ് സീഡ്. യെസ്. അത് കുറെ ആൾക്കാർക്ക് അറിയില്ല. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ അറിയില്ല. ഞാൻ ഇപ്പൊ പറയാൻ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നതാ. ആ ലോട്ടസ് സീഡിൽ നമുക്ക് സ്നാക്സ് പോലെ ആക്കി കൊടുക്കാം. ലോട്ടസ് സീഡ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു പിന്നെ ഏലക്ക പൊടിയെല്ലാം ആക്കിയിട്ട് അതിൽ മിക്സ് ആക്കാം. നല്ല സ്നാക്സ് ആയി. നമ്മൾ ഈ കുർക്കുറയും മറ്റേ ചിപ്സും ഒക്കെ വാങ്ങുന്നതിന് ബെറ്റർ. ഇത് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിരിക്കും. ചായക്കൊക്കെ നല്ലതാ. ഞാൻ വാങ്ങാറുണ്ട്. ഞാൻ ജസ്റ്റ് ഗീയിൽ ഇങ്ങനെ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ പിന്നെ ഏജിലുള്ള ആൾക്കാർക്ക് എനിക്കിപ്പോ ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ ഡെയിലി രാത്രി അതൊന്ന് പാലില് കുറച്ചൊരു നമ്മളെ കൈ നിറച്ചു കൊടുത്തിട്ട് നമ്മൾ പാലില് നല്ലോണം അത് കാച്ചിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ അത് കുടിക്കും. അപ്പം അത് നമ്മളെ മുട്ടുവേദന, നമ്മളെ പ്രായം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മുട്ടുവേദന, ജോയിന്റ് പെയിൻസ് ഉണ്ടാവുമല്ലോ, അതിന് സൂപ്പറാണ്. ലോട്ടസ് ആണോ? ലോട്ടസ് ലോട്ടസ് സീഡാ. ഓ ശരി. അപ്പൊ അത് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് പിന്നെ നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളതുണ്ടോ? വൈറ്റമിൻ ഡിക്ക് വളരെ കുറവാണ്. മെയിൻ ആയിട്ട് നമ്മളിപ്പോ കൊടുക്കേണ്ട പക്ഷെ വൈറ്റമിൻ ഡിക്ക് നമ്മൾ മെഡിസിൻ കഴിച്ചേ പറ്റും. പക്ഷെ മെഡിസിൻ കഴിഞ്ഞിട്ടും ചിലർക്കൊന്നും കൂടുന്നില്ല. വെയിലാണ് മെയിൻ ആയിട്ട്. അതെ. പക്ഷെ ഫുഡിൽ അങ്ങനെ ഒന്നുമില്ല അല്ലെ? കാൽസ്യം അത് 2 സംഭവം ഉണ്ട്. വിറ്റാമിൻ ഡിക്ക് ഒന്ന് ടാബ്ലറ്റ് ആയിട്ടും ഒന്ന് പൊടിയായിട്ടും. നമ്മള് നാവിന്റെ അടിയിൽ ഇടുന്ന ഒരു പൊടിയുണ്ട്. ആ പൊടിയാണ് ഭയങ്കര എഫക്റ്റീവ്. അതെ. ടാബ്ലറ്റ്സിനെക്കാളും ആ പൊടിയാണ് എഫക്റ്റീവ്. അതിന്റെ ഒരു പേരുണ്ട്, ഡി റൈസ്, അങ്ങനെ എന്തോ ഒരു പേരും ഉണ്ട്. ഡി റൈസ്. എന്താണ്? ഡി റൈസ്. അത് നമുക്ക് പിന്നെ ഇത് ഫിസിഷ്യന്റെ ഇതില്ലാതെ കൊടുക്കാൻ പറ്റുമോ? ആക്ച്വലി അത് ഇത് സപ്ലിമെന്റ്സ് ആണ്. വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് ആണ്. സപ്ലിമെന്റ് ആണോ? അതെങ്ങനെയാന്ന് വെച്ചാല് രാവിലെ എണീറ്റിട്ട് ഈവൻ നമ്മളെ വായി കഴുകുന്നതിന് മുന്നേ തന്നെ ഇത് നാവിന്റെ അടിയിൽ സബ്ലിംഗ്വൽ ആയിട്ട് ഉള്ളിലേക്ക് പോകണം. അന്നേരമാണ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നത്. ഞാൻ പറഞ്ഞ വൈറ്റമിൻ ഡി ഭയങ്കര ഡേഞ്ചർ ലെവലിലായി പോയിനു. അപ്പൊ ഫസ്റ്റ് അവർ അതിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതിന് അതൊന്നും നമ്മുടെ ഇതിലൊന്നും ഇടോ? ചാറ്റ് ബോക്സിലൊന്നും ഇടോ അതിന്റെ പേര്? ഞാൻ ചോദിച്ചോട്ടെ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കിഡ്സിനെ നമ്മള് ഈ പീനട്ടും അതുപോലെ ആൽമണ്ട്സിന്റെ ഈ കവറും എപ്പോഴും അലർജിക് ആയിട്ട് കണ്ടേക്കുന്നത്. എസ്പെഷ്യലി എന്റെ മോൾക്കൊക്കെ ഞാൻ അതാണ് യങ്ങർ ഏജിൽ കണ്ടിട്ടുള്ളത്. ആഫ്റ്റർ 10 ഓൺലി ഷീ ജസ്റ്റ് ഔട്ട്ഗ്രോ ദാറ്റ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ. ബിക്കോസ് എല്ലാ കുട്ടികൾക്കും അത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അലർജിക് ആണോ എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്ക് അത് അലർജിക് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉണ്ട്. പീനട്ട് അലർജി ഉണ്ട്, എഗ് അലർജി ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഡയറ്റീഷ്യനെ കാണണം. നിങ്ങളെ പീഡിയാട്രീഷ്യനെ ഒന്ന് കാണണം. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയണം. എന്നിട്ട് നിങ്ങൾ ഡയറ്റീഷ്യനെ പോയി കൺസൾട്ട് ചെയ്യണം.
എന്നിട്ട് നിങ്ങൾ കുട്ടിക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവർക്ക് പറഞ്ഞുതരാം പീനട്ടിന്റെ ബദല് വേറെ എന്തെങ്കിലും തരാൻ പറ്റും. ഇപ്പൊ സീസമേ നമ്മൾ എള്ളിന്റെ പാല്, അത് ചില കുട്ടികൾക്ക് അത് അലർജി ഉണ്ട്. അപ്പൊ അത് അതുപോലെ ഈ മഷ്റൂം ഉണ്ടല്ലോ, ഈ ലയൺസ് മെയിൻ മഷ്റൂം, അതും ഭയങ്കര അലർജിക് ആയിട്ട് റാഷസും ഭയങ്കര പ്രോബ്ലംസ് ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികൾക്കും. അപ്പോ എല്ലാ കുട്ടികൾക്കും എല്ലാതും ഒരുപോലെ ഇഫക്റ്റീവ് ആയി എന്ന് വരില്ല. അത് പറ്റൂല. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ഡോക്ടറെ കാണുക. പിന്നെ ലയൺസ് മെയിൻ മഷ്റൂം നമ്മൾ ഫസ്റ്റ് ഞാൻ 1 വീക്ക് ഹാഫ് സ്പൂൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു പറഞ്ഞു അവർക്ക് എന്തെങ്കിലും റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തിക്കാളാണ്. അങ്ങനെ ഞാനപ്പോ 15 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ എന്റെ മോന്റെ വേറൊരു അറിയുന്ന ഒരു ഫ്രണ്ട് അവരും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അൽഹംദുലില്ലാഹ് രണ്ടാൾക്കും ഒരു റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് കേസിൽ അങ്ങനെ റിയാക്ഷൻ വളരെ കുറവാണ് ഈ ലയൺസ് മെയിൻ മഷ്റൂമിന്റെ. പക്ഷെ എങ്കിലും നിങ്ങൾ എന്തായാലും ഡോക്ടർ ഈ കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് തന്നെ ചോദിച്ചാല് നിങ്ങൾക്ക് അവർക്ക് ശരിയായിട്ട് ഡയറ്റീഷ്യനെ നിങ്ങൾക്ക് ശരിയായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഞാനിപ്പോ മറ്റേ ഒമേഗ 3ക്ക് വേണ്ടി ഇന്നലെ ഞാൻ ഡയറ്റീഷ്യനെ പോയി കണ്ടു. എന്റെ മോനിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, കാരണം അവന് ഒരുപാട് മെഡിസിൻ കഴിക്കുന്ന കുട്ടിയായതുകൊണ്ട്. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ അത് കൊടുത്തോ. പിന്നെ ലയൺസ് മെയിൻ മഷ്റൂമും ഇതുപോലെ തന്നെ ഞാൻ ന്യൂറോനെ കണ്ടു, ഡയറ്റീഷ്യനെ കണ്ടു, പീഡിയാട്രീഷ്യനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു ജസ്റ്റ് ഹാഫ് സ്പൂൺ വെച്ച് തുടങ്ങ്, ഇത് നോക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോന്ന്. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ, അതിന്റെ അപ്പുറം പോണ്ട, കണ്ടിന്യൂ ചെയ്തു. പക്ഷെ 15 ദിവസം കൊടുത്താൽ അൽഹംദുലില്ലാഹ് പ്രശ്നമൊന്നും കണ്ടില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ 2 മാസമായി കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തൊരു അതാകുമ്പോ നിങ്ങള് ഒരു 6 മന്ത്സ് കൂടുമ്പോ എന്തായാലും ഡോക്ടറെ ഒന്ന് കുട്ടീനെ ഡോക്ടറെ അസുഖം വന്നാൽ മാത്രമല്ല, എല്ലാവരും നിങ്ങളൊരു 6 മന്ത്സ് കൂടുമ്പോ കുട്ടീനെ പോയിട്ട് എന്തായാലും ഒന്ന് കൺസൾട്ട് ചെയ്യണം. അവർക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ആണ്. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഡെയിലി ഇപ്പൊ 3 ദിവസത്തെ ഫുഡ് വെച്ചിട്ട് അതിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഡയറ്റീഷ്യനെ പോയി കാണുക. അവരോട് ചോദിക്കുക ഞാൻ ഈ 3 ദിവസം ഈ ഫുഡാണ് കൊടുത്തത്, അപ്പൊ ഇതിൽ എന്റെ കുട്ടിക്ക് കണക്കായ കാലറീസും വൈറ്റമിൻസും ഇതൊക്കെ എന്റെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പൊ അവര് പറഞ്ഞുതരും, ഇല്ല ഇന്ന കാര്യത്തിൽ ഇത് കുറവാണ്, അപ്പൊ നിങ്ങൾ ഇതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം, ഇതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ അവർ പറഞ്ഞുതരും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ 3 മന്ത്സ് കൂടുമ്പോൾ പോയിട്ട് ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ ഡയറ്റീഷ്യനെ പോയി കണ്ടിട്ടാണ് വന്നത്. അപ്പൊ അവർ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതിൽ കുറച്ച് കുറവാണ്, അപ്പൊ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഡയറ്റീഷ്യനെ പോയിട്ട് കാണൽ നിർബന്ധമാണ്. പീഡിയാട്രീഷ്യനെയും ഡയറ്റീഷ്യനെയും. അത് ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ റിസൾട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് എന്റെ മോൻക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാറില്ല. അപ്പൊ അവനക്ക് നല്ല റിസൾട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാ കുട്ടികൾക്കും അങ്ങനെ നല്ല റിസൾട്ട് വരട്ടെ. അപ്പൊ അങ്ങനെയാ അത് ഗ്ലൂട്ടൻ ഫ്രീ, അത് ഗ്ലൂട്ടന്റെ ഫുഡ് അങ്ങനെ തന്നെയാ. ആദ്യം പെട്ടെന്ന് നമ്മൾ ഗ്ലൂട്ടൻ സ്റ്റോപ്പ് ചെയ്യണ്ട, അത് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാ ഗ്ലൂട്ടൻ അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിന്റെ മേലെ പോവാം. പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹാഫ് പാലും വെള്ളം ആക്കി കൊടുക്കുക. പിന്നെ മെല്ലെ പാല് നിർത്തിയിട്ട് നമ്മൾ ബാദാം മിൽക്കും പാലും കൂടി കൊടുക്കുക. അങ്ങനെ മെല്ലെ പാൽ ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് ടോട്ടലി കേസിൻ ഫ്രീ മിൽക്കിന്റെ മേലെ കൊണ്ടുവരാം ഗ്രാജുവലി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ റിയാക്ഷൻ എന്നാലും മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഡയറ്റീഷ്യനെ പോയി കാണുക. അപ്പൊ അവര് നിങ്ങൾക്ക് അതിന്റെ ബദൽ എന്തായാലും അവർ പറഞ്ഞുതരും. പക്ഷെ ലയൺസ് മെയിൻ മഷ്റൂമിന്റെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കണ്ടു. അങ്ങനെ അവർക്ക് റിയാക്ഷൻ ഒന്നും ഇല്ലാണ്ട്. ഈ ലയൺസ് മാൻ മഷ്റൂം ടാബ്ലറ്റ്സ് ആയിട്ടാണോ അതോ അല്ല, ലൈവ് ആയിട്ട്? അത് ഓർഗാനിക് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, പൗഡർ ആയിട്ട്. അപ്പൊ ഞാൻ US ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ എന്റെ ഓട്ടിസം ഗ്രൂപ്പ് ആയിട്ട് US ടീമാണ് അവര്. അപ്പൊ അവര് ഒരുപാട് കുട്ടികൾക്ക് നല്ല റിസൾട്ട് വന്നു. ഞാനൊരു 150 കുട്ടികൾ ഒരു പാരന്റ്സ് വന്നു ലയൺസ് മാൻ മഷ്റൂം കഴിച്ച കുട്ടികളെ അവർ ഗ്രൂപ്പ് ആക്കി ഉണ്ടാക്കി. അപ്പൊ അവർ 150 കുട്ടികള് നല്ല റിസൾട്ടാണ്. കാച്ചാൽ കുട്ടിന്റെ മെമ്മറി നന്നായി വന്നു, പിന്നെ അറ്റൻഷൻ നന്നായി ഉണ്ട്. അപ്പൊ മോൻക്ക് ഇപ്പൊ ഞാൻ 2 മാസേ ആയിട്ടും കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു റിസൾട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടോ? എനിബഡി? എന്തായാലും മാമിന്റെ നമ്പർ പേഴ്സണൽ നമ്പർ ആണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്തത്, അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഇനി വേറൊന്നും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ബ്യൂട്ടിഫുൾ സെഷനിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ ഇത്രയും വയസ്സായെങ്കിലും
ഇപ്പോഴാണ് ആക്ച്വലി എന്താണ് ശരിക്ക് ഇതിന്റെ ഒരു 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 ഫീലിംഗ്. നമ്മളൊക്കെ കണ്ടത് എന്താണ്, സുഖമില്ലാത്തൊരു കുട്ടി, അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് ആ ഒരു അവസ്ഥ, ഹൗ യു ക്യാൻ ടേക്ക് കെയർ, എങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പാരന്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയൊക്കെ മാറണം, നമ്മൾ ആസ് സച്ച് മറ്റൊരു കുട്ടിനെ കാണുമ്പോൾ എങ്ങനെ നോക്കണം നടക്കാം. വാവ്, ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ്. ഇന്നലെയും ഇന്നും ആയിട്ട് ആരും നമ്മള് ഓട്ടിസത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ആരും സംസാരിക്കാത്ത ഒരു ഭാഗമാണ് ഡയറ്റ് പ്ലാൻ. എല്ലാവരും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, തെറാപ്പീസിന് പോകണം, ഇവിടെ പോയിക്കൂടെ, അവിടെ പോയിക്കൂടെ, ഇങ്ങനെ ഇല്ലേ, അങ്ങനെ ഇല്ലേ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഡയറ്റിൽ ഇത്രയും കൺട്രോൾ കൊണ്ടുവന്നാൽ തന്നെ ഇത്രയും ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. അമേസിംഗ്ലി എനിക്ക് തന്നെ അത് ഭയങ്കര ഒരു ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു മാം. കാരണം നമ്മൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഹൗ ടു ഈറ്റ് വെൽ ആൻഡ് ബി വെൽ. കാരണം ഇത്രയും കാര്യങ്ങളുണ്ട്. ലൈക്ക് അവക്കാഡോ ഉണ്ടോ, സത്യം ഞാൻ പറയാം, ഞാനത് നല്ല പഞ്ചസാര ഇട്ടിട്ട് പാലിലിട്ടിട്ട് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഷേക്ക് അടിച്ചിട്ട് എങ്ങനെ കുടിക്കാന്നുള്ള റെസിപ്പീസ് ഞാൻ നോക്കുന്നത്. ഇവിടെ യു ഹാവ് എക്സ്പ്ലെയിൻ ഹൗ ടു ഈറ്റ് ഇറ്റ് ഹെൽത്തി, എങ്ങനെ നമ്മളെ മക്കൾക്ക് അത് കൊടുക്കാം, ഒക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച് മാം. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു യു. ഇനിയും ഒരുപാട് പേർക്ക് ഈ അവയർനെസ് കൊടുക്കാനുള്ള അവസരം പടച്ചിലപ്പ് തരട്ടെ. I mean, on this note, നമുക്ക് wind up ചെയ്യാം ഈ സെഷൻ. Thank you so much for everyone who was here. Support തന്നതിനും thank you so much. Thank you, Rashida ma'am. Thank you. Thank you. Thank you. Thank you all. Thank you, Rashida ma'am, and thank you all. Good night. Good night. Good night. Assalamu alaikum. Wa alaikum salam.